Bye. Yes. അപ്പോൾ നമ്മൾ എത്തി കോയമ്പത്തൂർ. ഓക്കേ. ഹലോ ചെല്ലക്കുട്ടീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോ എന്തായിരുന്നു, നമ്മൾ ഫ്ലൈറ്റിൽ എന്താ പറയുക ബോർഡിങ് ആയതിൻ്റെയും എല്ലാമായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുന്നതിൻ്റെ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് ലെങ്ത് ആക്കണ്ടെന്ന് കരുതി കേട്ടോ. അന്ന് തന്നെ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇതാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ടേക്ക് ഓഫ് ആവാൻ പോകുന്നതിൻ്റെ ഒരു ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇന്നലെ ചെന്നൈയിൽ നല്ല മഴയായിരുന്നു. ഞാൻ വിചാരിച്ചു ദൈവമേ നാളെ മഴ പെയ്യല്ലേ എന്നൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരു ക്ലൗഡി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ടേക്ക് ഓഫ് ആയി, സേഫായിട്ട് ടേക്ക് ഓഫ് ആയി. ഓക്കെ. അപ്പോൾ ഞാൻ ഇരിക്കുന്നത് എൻ്റെ അടുത്ത് ഒരു ആൻറ്റിയും അങ്കിളുമാണ്. എൻ്റെ വിൻഡോ സീറ്റ് ആയിരുന്നു. പക്ഷേ ആൻറ്റി അവിടെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഇരുന്നോളൂ എന്ന് പറഞ്ഞു. വയസ്സായ ആൾക്കാരല്ലേ, അപ്പോൾ പിന്നെ അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടോ. അങ്ങനെ ഇതായി. ആൻറ്റി മാറണമെങ്കിൽ മാറാമെന്ന് പറഞ്ഞു. പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇനി എൻ്റെ വോയിസ് ഇനിയും ശരിയായിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മളുടെ ചെന്നൈ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചെന്നൈ സിറ്റി ഫുള്ള് കാണാൻ പറ്റും കേട്ടോ. എന്ത് രസമല്ലേ കാണാൻ തന്നെ. സ്നാക്സ് കൊണ്ടോ നമുക്ക് ഏകദേശം കാണിച്ചു തരാം. എയർ ഇന്ത്യയിൽ എപ്പോഴും സ്നാക്സ് കഥ കേട്ടോ. ചുമ്മാ ഒരു വാട്ടർ ബോട്ടിൽ, പിന്നെ കുക്കീസിൻ്റെ ബിസ്ക്കറ്റ്, ഐസ്ക്രീമാണ് തോന്നുന്നു, പിന്നെ സാൻഡ്വിച്ച്. ഓക്കെ, ഇനി കഴിക്കട്ടെ. പക്ഷെ സാൻഡ്വിച്ച് വലിയ ടേസ്റ്റില്ല. എനിക്ക് എടുത്ത് തരீங்களா? എനിക്ക് ഒരുപാടൊന്നും സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഏകദേശം നമ്മൾ ആവാരായി കോയമ്പത്തൂർ വിചാരിക്കണം. എന്താണെന്നൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് പറയാൻ പറ്റില്ല. ഏകദേശം ഇവിടെ ഞാൻ ഒരു അങ്ങോട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനോടാണ് ക്യാമറ ബാക്ക് ക്യാമറ തരാൻ പറഞ്ഞത്. ഓക്കെ, ഞാൻ അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ലാൻഡിങ് ആവും കേട്ടോ. ലാൻഡിങ്ങിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മളെപ്പോഴും ഞാൻ കോയമ്പത്തൂർ ട്രാവൽ ചെയ്യുമ്പോൾ ആലോചിച്ചിട്ടുണ്ട് എത്ര പെട്ടെന്നാണ് കോയമ്പത്തൂർ എത്തിപ്പോയതെന്ന് കേട്ടോ. പല പ്രാവശ്യം ഞാൻ ചിന്തിക്കാറുണ്ട്. അങ്ങനെ കണ്ണ് തുറക്കുന്നതിൻ്റെ ഉള്ളിൽ കോയമ്പത്തൂർ ലാൻഡിങ് ആവും. ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ മഴ വരുന്നത് പോലൊരു ഫീലിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് കാർമേഘങ്ങൾ കണ്ടോ. കാർമേഘങ്ങൾ ഇങ്ങനെ എന്താ പറയുക കറുത്തിരണ്ട ഒരു കാർമേഘമായിരുന്നു. കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക്. അപ്പോൾ കാണുന്നില്ലേ. അപ്പോൾ ആ ഒരു ക്ലൈമറ്റാണ് ഇവിടുത്തെ. പൊതുവേ കോയമ്പത്തൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെന്നൈ പോലെയല്ല, ഭയങ്കര ഒരു നല്ലൊരു ക്ലൈമറ്റാണ്. അധികം നമ്മുടെ ഇവിടുത്തെ പോലെ ചൂടോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ക്ലൈമറ്റ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. കോയമ്പത്തൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരിതാണ്. നമ്മളുടെ കേരളത്തിൻ്റെ ഒരു അടുത്തായത് കൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ ഒരു ക്ലൈമറ്റ് എന്ന് തോന്നുന്നു. എനിക്ക് അവിടെ അങ്ങനെ ചൂട് ഫീൽ ചെയ്തിട്ടേ ഇല്ല കോയമ്പത്തൂർ പോകുന്ന സമയത്ത്. ഒന്നാമത് ഇന്ന് മഴയുടെ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാർമേഘം കണ്ടോ ആ ഒരു ഇതിലുള്ളത് കേട്ടോ. Ladies and gentlemen, we are constantly working on improving our guest experiences. Post this point, you will receive a feedback form link via SMS and email.
Please take a minute to share your valuable inputs that will help us. ഓക്കെ, അപ്പോൾ നമ്മൾ ലാൻഡിങ് ആയിട്ടോ. ध्यान दीजिए। कोयम्बतूर हवाई अड्डे पे आपका स्वागत है। ऐसे में वहाँ का तापमान 32 डिग्री सेल्सियस है। सभी अतिथियों से विदा की सीट बेल्ट संकेत बंद किए जाने तक अपने निर्धारित सीट पर ही बैठे रहें और ऊपर बने सामान कक्ष को ना खोलें। सामान कक्ष खोलते समय सावधानी बरतें। अगर में हुई देरी के लिए हम क्षमा चाहते हैं। अब आप शायद अपना मोबाइल फोन का प्रयोग कर सकते हैं। कृपया अपने सामने बैठे अतिथियों को पहले उतरने दें। जिन अतिथियों ने व्हीलचेयर की बुकिंग की है वे अपनी सीट पर ही बैठे रहें। अन्य अतिथियों के उतरने के बाद हमारी टीम तुरंत आपकी सहायता करेगी। हमारे नए लॉयल्टी प्रोग्राम फ्लाइंग रिटर्न्स के साथ इस उड़ान के रिवॉर्ड्स पॉइंट्स एकत्र करना ना भूलें। करने के लिए आप सभी का धन्यवाद। फिर मिलने की उम्मीद करते हुए अब हम आपसे विदा लेते हैं। नमस्ते। Take your mobile phones. We apologize for the delay in our arrival. Please allow guests sit in front of you to deplane first. Guests with wheelchair bookings are requested to remain at the moment. Our team will assist you promptly after all other guests have deplaned. Please don't forget to collect your reward points for this flight with our upgraded loyalty program Flying Returns. Visit our website arindia.com or app to enroll now and enjoy unmatched rewards. Thank you for choosing to fly with us. In India, we never say goodbye, but always see you again. And we hope to do so soon. Namaste. മൂവിങ്ങാണ് കേട്ടോ, ഇറങ്ങാം. എത്തി. Bye. Yes. അപ്പോൾ നമ്മൾ എത്തി കോയമ്പത്തൂർ. ഓക്കെ, എന്നെ എടുത്തു തരാൻ ആരും എന്താ പറയുക, ഞാൻ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഇറങ്ങി. എന്നിട്ട് നമ്മൾ നേരെ ഇതാ ഇനി നടന്ന് പോയി. നമ്മുടെ ബാഗ് വരുന്നത് ബെൽറ്റ് നമ്പർ 3 ആണ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ എപ്പോഴും പോകുമ്പോഴും ശരി, എവിടെ പോകുമ്പോഴും ഞാൻ ബാഗ് വന്നിട്ട് ചെക്കിങ്ങിലേ എടുത്തുള്ളൂ. കാരണം ഹാൻഡ് ലഗേജ് ആയിട്ട് കൊണ്ടുപോകാറില്ല. അവിടെ പോയിട്ട് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇത് ഇങ്ങനെ എടുത്ത് അവിടെ കൊണ്ട് ആ ഒരു ഇത് എനിക്കിതില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പോകുമ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് എൻ്റെ കയ്യിലുള്ള കുഞ്ഞ് ബാഗ് മാത്രമേ ഞാൻ ഇതാവാറുള്ളൂ. വേറെ ബാഗ് ഞാൻ എന്തായാലും വെയിറ്റ് ഉണ്ടാവില്ല. എന്തായാലും നമ്മൾ 7 kg കൊണ്ടുപോകാം. പക്ഷേ 7 kg എന്ന് ഞാൻ എപ്പോഴും കൊണ്ടുപോകാറില്ലെങ്കിലും ഞാൻ ആ ഇത് അതിലിടാറുള്ളൂ കേട്ടോ. എപ്പോഴും എൻ്റെ പതിവ് അതാണ്. വെയിറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ട് പോവാം, കംഫർട്ടായിട്ട്. എനിക്ക് അങ്ങനെയാണ് കംഫർട്ട് തോന്നിയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി അങ്ങനെ നമ്മൾ നേരെ പോയിട്ട് നമ്മളുടെ ബാഗ് എടുത്തിട്ട് അവർ ഓൾറെഡി വണ്ടി വിട്ടിട്ടുണ്ട്. ഓക്കെ, നേരെ പോവാം. നേരെ പോയിട്ട് ബാഗ് എടുക്കുക. ബെൽറ്റ് നമ്പർ
നമ്മളുടെ 3 ആണ്, ബെൽറ്റ് നമ്പർ 3. ബാഗ് എടുക്കണം കേട്ടോ. അങ്ങനെ ഇനി നേരെ പോയി ബാഗ് എടുക്കുക. ബാഗ് എടുത്തിട്ട് അപ്പോഴേക്കും അവർ കോള് വന്നു. അവർ വണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി ബാഗ് എടുത്തിട്ട് നേരെ പോവാം നമുക്ക് കേട്ടോ. പിന്നെ ഇന്ന് എൻ്റെ ബാഗാണ് ഫ്രണ്ടിൽ പോകുന്നുണ്ടല്ലോ. ബാഗ് പോയി ബാഗ് പോയി ഗായ്സ്. അങ്ങനെ നമ്മൾ ബാഗൊക്കെ എടുത്തു. ഇനി നമ്മൾ നേരെ പുറത്തോട്ട് പോകണം. അപ്പോഴേക്കും അവിടുന്ന് അണ്ണൻ അവിടെ വണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ എന്നെ 2-3 പ്രാവശ്യം കോൾ ചെയ്തു. അപ്പോൾ ഞാൻ എന്താ വരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അവർ വണ്ടി വിട്ടയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, എയർപോർട്ട് നമുക്ക് കോയമ്പത്തൂർ എയർപോർട്ട് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് എന്തോ കേരളത്തിൻ്റെ അവിടെ എത്തിയൊരു ഫീൽ വരാറുണ്ട്. അത് എന്താണെന്ന് അറിഞ്ഞൂടാ കേട്ടോ. എനിക്ക് മാത്രമുള്ളൊരു ഫീൽ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പ്രശ്നം എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കോയമ്പത്തൂർ വന്നിട്ട് നിങ്ങൾക്ക് എയർപോർട്ടിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ. അങ്ങനെ അപ്പോൾ ഇനി വെളിയിലോട്ട് പോകണം. രാവിലെ ഞാൻ ഒന്നും കഴിച്ചില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരേ ഒരു ഇഡ്ഡലിയേ കഴിച്ചുള്ളൂ. പിന്നെ ചായ കുടിച്ചു ഇറങ്ങാൻ നേരത്തും, അത്രയേ ഉള്ളൂ. പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് ആ സാൻഡ്വിച്ച്, ആ യോഗട്ട്, കുക്കീസ് ഞാൻ കഴിച്ചില്ല. അത് ബാഗിലെടുത്തിട്ടു, അത്രയേ കഴിച്ചുള്ളൂ. അപ്പോൾ എന്താണെന്നല്ല, വിശപ്പിൻ്റെ ആണോ എന്താണെന്നല്ല, ഇപ്പോൾ ഏകദേശം സമയം വന്നിട്ട് ഒരു 3 o'clock കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇനി എന്താ പറയുക, പെട്ടെന്ന് എനിക്ക് ഈ വിശപ്പ് എന്ന് പറഞ്ഞാൽ വിശപ്പുണ്ട്. സമയം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങനെ ഭക്ഷണം കഴിക്കാനും പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ അപ്പം നമുക്കിനി നേരെ പുറത്തോട്ട് കിടന്നിട്ട് ഇനി എവിടെയാണ് അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയത്തില്ല. നോക്കട്ടെ എവിടെയാണ് ആളുള്ളതെന്ന്. കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, നമ്പർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അവർ എവിടെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ, ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ഈ അണ്ണൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ എന്തായാലും അണ്ണനെ നോക്കട്ടെ കേട്ടോ, എവിടെയാണെന്ന് ഒന്ന് കോൾ ചെയ്യണം. കോൾ ചെയ്താലേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പം നമ്മുടെ ബാഗും കൊണ്ട് അണ്ണൻ പോകുന്നുണ്ട്. ഇനി നമുക്ക് നേരെ പോവാം. ചെറിയൊരു അല്ലെങ്കിൽ എൻ്റെ സൗണ്ട് ശരിയില്ല. ഇത് കുറച്ചും കൂടി ഇങ്ങനെ ആയ സമയത്ത് എനിക്കൊരു ഇവിടെ കോയമ്പത്തൂർ ഇന്ന് വലിയ എന്താ പറയുക വെയിലില്ല കേട്ടോ. ഒരു ക്ലൗഡി ക്ലൈമറ്റ് ആയിട്ടാണ് കാണുന്നത്. നമ്മുടെ അവിടെ ഇന്ന് വലിയൊരു എന്താ പറയുക വെയിലില്ല, മഴയുടെ ഒരു ഇതാണ്. ഇന്നലെ ഉറങ്ങുന്ന സമയത്ത് കുറച്ച് ഇതായി. അതുകൊണ്ട് തന്നെ എൻ്റെ മുഖത്ത് ക്ഷീണമുള്ള ശരിയാവും പോയി കഴിഞ്ഞാൽ. പിന്നെ എന്താണ്, ഓക്കെ ഇനി ഞാൻ അവിടെ എന്തായാലും കാണിക്കാം നിങ്ങളെ. വെറുതെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പം എത്തിയിട്ടാ, ഇതാണ് റെസിഡൻസി ടവർ. അങ്ങനെ ഞാൻ അവിടെ എത്തി. അവിടെ എത്തി അവരോടൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിനുശേഷം ഞാൻ അവിടുന്ന് നേരെ എന്താ പറയുക മാമൻ്റെ വീട്ടിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. മാമൻ്റെ വീട് കോയമ്പത്തൂർ സുന്ദരാപുരത്തിലാണ് മാമൻ്റെ വീടുള്ളത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടുന്ന് വരുമ്പോൾ മാമയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സൺഡേ വരിക എന്നുള്ളത്. പക്ഷേ ഞാൻ അന്ന് തന്നെ എനിക്ക് സാറ്റർഡേ തന്നെ ഓക്കെ നമ്മുടെ ഇത് കഴിഞ്ഞപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് തോന്നി. കാരണം ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോഡലിങ്ങിൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി അവർ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഇതൊക്കെ കണ്ടിട്ട് ഞാനിവിടെ ടൈറ്റിൽ വിൻ ചെയ്തിട്ടുണ്ടല്ലോ ചെന്നൈയിൽ. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും സംസാരിച്ചു. നമ്മളെല്ലാം ക്ലിയർ ആക്കിയ ശേഷമാണ് അവർ നമ്മൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തതും നമ്മൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞതും. അപ്പോൾ എന്താ പറയുക
പോയിട്ട് അവിടെ സംസാരിച്ചു. ഞാൻ അവിടെ എത്തുമ്പോൾ തന്നെ 4 മണിയായി. അവിടെ എത്തിയതും ഫ്രഷപ്പ് ആയതും നമ്മൾ എത്ര ട്രാവൽ ചെയ്ത് പോകുമല്ലേ, ഉള്ളൊരു പഴക്കമാണ് കേട്ടോ. അപ്പോൾ ഓടിപ്പോയി ഫസ്റ്റ് തന്നെ ഫ്രഷപ്പ് ആയ ശേഷം അതിന് ശേഷം നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവരൊന്നും. അപ്പോൾ എനിക്ക് ചപ്പാത്തിയും പനീർ തിക്കയും മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിച്ചിട്ട് സംസാരിച്ചു. പിന്നെ സംസാരിച്ച ചിലതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഗായ്സ്, ഞാനിതാ മാമൻ്റെ വീട്ടിലെത്തി. മാമൻ അവിടെ നിൽക്കുന്നു. അതാ കണ്ടോ നിൽക്കുന്നേ, അതാണ് മാമൻ. മാമൻ വഴിയറിയില്ല, അവരോട് നിൽക്കുകയാണ്. ഓക്കേ മാമൻ. അപ്പോൾ ഇവിടെ എത്തി. ദർശനമില്ലേ? അതാണ് മാമൻ്റെ വീട്. ഇനി ബാക്കി അപ്പോൾ മാമൻ്റെ വീട്ടിൽ വന്നു. ഇതാ മാമന് ചായ ഉണ്ടാക്കി കൊടുത്തു. ഞാനും ചായ കുടിക്കാം. ഇവിടെ വന്നാൽ എന്താണെന്നറിയോ, അതായത് അമ്മായി ഇല്ല കേട്ടോ. അതുകൊണ്ട് അത് ഞാൻ കഥയൊക്കെ പിന്നെ പറയാം. ഫസ്റ്റ് ഞാൻ വന്നിട്ടുള്ളൂ, ചായ കുടിക്കട്ടെ. അപ്പോൾ അമ്മായി ഇല്ലാത്തതുകൊണ്ട് ചായ ഇവിടെ നിന്നല്ല, ആര് വന്നാലും നമ്മൾ ഉണ്ടാക്കണം. അല്ലെങ്കിൽ മാമൻ രാവിലെ ഇവിടെ സഹായത്തിനൊരു ചേച്ചി വരും. അവരെല്ലാം ചെയ്ത് വെച്ചിട്ട് പോവും. മാമൻ ചെയ്യും, എന്നാലും നമ്മളുള്ളപ്പോൾ പിന്നെ മാമനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇതാ നല്ല ഞാൻ പഞ്ചാര പാവ് വാരിയിട്ടിട്ടുണ്ട്. നല്ല പഞ്ചാര കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ചായ കുടിച്ചിട്ടെ, എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് കാണാം. ഇപ്പോൾ ഇവിടുത്തെ ഒരു രാജാവുണ്ട്. രാജാവ് വെളിയിൽ പോയിരിക്കുകയാണ്. ആശ അപ്പോൾ വരും. തുള്ളിച്ചാടി വരുന്ന കുഞ്ഞിപ്പുള്ളിനെ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര സന്തോഷമാണ്. വീട്ടിലോട്ട് ആരെങ്കിലും വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ എന്നോട് വർഷക്കണക്കായി എന്നാ വരുന്നു ശോഭ ചേച്ചി എന്ന് പറയണത്. ഇപ്പോൾ വരുമ്പോൾ കാണിച്ചു തരാം. അമ്പലത്തിൽ പോയിരിക്കാൻ കേട്ടോ. വന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ.